ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ വിമർശനവുമായി ഹൈക്കോടതി. ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന ചോദ്യവുമായി ഹൈക്കോടതി. ഐരാണിക്കുളത്ത് സ്വകാര്യ ഫാക്ടറി ഗോഡൌണിൽ തീപിടുത്തമുണ്ടായ സംഭവം. ഗോഡൌണിന്റെ നിർമ്മാണം അനധികൃതമാണെന്ന് കുഴൂർ പഞ്ചായത്ത് സെക്രട്ടറി. തൃശൂർ അടാട്ട് 3 അംഗ കുടുംബം ആത്മഹത്യ ചെയ്ത നിലയിൽ. മാടശ്ശേരി വീട്ടിൽ സുമേഷ്, ഭാര്യ സംഗീത, മകൻ ഹരിൻ എന്നിവരാണ് മരിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ മേഖലകളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് വിവാദ നിർദ്ദേശം പിൻവലിച്ച മന്ത്രി. ഏകാദശി നിറവിൽ തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം. വ്രതപുണ്യവുമായി ആയിരങ്ങൾ വില്ലാദ്രിനാഥനെ വണങ്ങാനെത്തി. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന ചോദ്യം ഉയർത്തി ഹൈക്കോടതി. ഒരു സ്ത്രീ അകാരണമായി 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി 10 ദിവസത്തെ സാവകാശം നൽകി. ഹർജി പരിഗണിക്കാനായി മാറ്റിവെച്ചു. വ്യാജ കേസിൽ കുടുക്കി തന്നെ ജയിലിലടച്ചതിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഷീല സണ്ണി ഹൈക്കോടതിയെ സമീപിച്ചത്. പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ അപമാനവും ജീവിതം വഴിമുട്ടിയതുമടക്കം കണക്കിലെടുക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു. കേസിൽ ചീഫ് സെക്രട്ടറിയുടെയും എക്സൈസ് കമ്മീഷണറോടും കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ലഹരിമരുന്ന് കണ്ടെത്തിയത്. ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേസ് എന്നായിരുന്നു എക്സൈസ് വിശദീകരണം. എന്നാൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ചിലർ സ്കൂട്ടറിനുള്ളിൽ ലഹരിമരുന്ന് വെച്ചെന്നായിരുന്നു പിന്നീട് കണ്ടെത്തിയത്. ഐരാണിക്കുളത്ത് പ്രവർത്തിക്കുന്ന ഭൂമി നാച്ചുറൽ പ്രോഡക്ട്സ് ഫാക്ടറിയിലെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച തീപിടുത്തമുണ്ടായ ഗോഡൌണിന്റെ നിർമ്മാണം അനധികൃതമാണെന്ന് കുഴൂർ പഞ്ചായത്ത് സെക്രട്ടറി. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലത്ത് നിർമ്മാണം നടത്തിയതിനാൽ കെട്ടിട നമ്പർ അനുവദിച്ചിട്ടില്ലെന്നും വാടകയ്ക്ക് നൽകി ഗോഡൌണായി ഉപയോഗിക്കുന്നത് തടയുന്നതിന് കെട്ടിടം ഉടമയായ കണ്ണമ്പുഴ ഡേവിസിനും ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നതിന് ഫാക്ടറി അധികൃതർക്കും നോട്ടീസ് നൽകിയെന്ന് സെക്രട്ടറി AR ശാന്തകുമാർ പറഞ്ഞു. പഞ്ചായത്തിലെ തെക്കൻ താണിശ്ശേരിയിൽ നിർമ്മിച്ചിരിക്കുന്ന അനധികൃത ഷെഡിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ 24 മണിക്കൂറിനകം പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് ഉടമയ്ക്ക് നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അഗ്നിരക്ഷാസേനയുടെ വാഹനത്തിനു പോലും എത്താൻ കഴിയാത്ത സ്ഥലത്തെ അനധികൃത ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ പരിസരവാസികൾക്ക് ഭീഷണിയാണെന്നും പരാതിയുണ്ടെന്നും എല്ലാം 24 മണിക്കൂറിനകം നീക്കണമെന്ന് ഫാക്ടറി മാനേജിംഗ് ഡയറക്ടർക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി. തൃശൂർ അടാട്ട് അമ്പലംകാവിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാടശ്ശേരി വീട്ടിൽ ശിവശങ്കരൻ മകൻ 35 വയസ്സുള്ള സുമേഷ്, 33 വയസ്സുള്ള ഭാര്യ സംഗീത, 9 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച കുട്ടി ഹരിൻ എന്നിവരാണ് മരിച്ചത്. സുമേഷും ഭാര്യ സംഗീതയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടിയെ തറയിൽ പായിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. നല്ല സാമ്പത്തിക ഭദ്രതയുള്ളതാണ് കുടുംബം. ഗൾഫിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന സുമേഷ് കഴിഞ്ഞ നവംബറിലാണ് പുതിയ വീട് പണിത് താമസം തുടങ്ങിയത്. 2 ആഴ്ച മുമ്പാണ് സുമേഷ് നാട്ടിലെത്തിയത്. അടുത്തയാഴ്ച വീണ്ടും ഗൾഫിലേക്ക് പോകാനിരിക്കെയായിരുന്നു സംഭവം. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. മകന് ഓട്ടിസം ബാധിച്ചതിലെ മനോവിഷമത്തിലായിരുന്നു കുടുംബം. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക വിവരം. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ മേഖലകളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. ഗതാഗത വകുപ്പിന്റെ പരിഷ്കരണം പുനഃപരിശോധിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമിതി മുന്നറിയിപ്പ് നൽകി. ഗുരുവായൂർ സബ് RT ഓഫീസിൽ ബുധനാഴ്ച 100 പേരെയാണ് ടെസ്റ്റിന് ക്ഷണിച്ചിരിക്കുന്നത്. ഇവർക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം പുലർച്ചെ 5 മണിക്ക് തന്നെ എല്ലാവരും കൂനമൂച്ചിയിലെ ടെസ്റ്റ് കേന്ദ്രത്തിലെത്തി. എന്നാൽ ഇവരിൽ നിന്ന് സീനിയോറിറ്റി പ്രകാരമുള്ള 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നൽകാനാവൂ എന്ന നിലപാടിലായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ. ബാക്കിയുള്ളവരുടെ ടെസ്റ്റ് നടത്തുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് വിശദീകരണം നൽകാനുമായില്ല. ഇതോടെ ടെസ്റ്റിനെത്തിയവർ ക്ഷുഭിതരായി. ബുധനാഴ്ച വൈകിട്ട് നടന്ന RTO ഓൺലൈൻ മീറ്റിംഗിലാണ് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച് സർക്കുലറോ രേഖാമൂലമുള്ള മറ്ററിയിപ്പുകളോ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി അറിയിച്ചു. നിലവിൽ 3 മാസത്തോളം കാത്തിരുന്നാണ് ടെസ്റ്റിന് അനുമതി ലഭിക്കുന്നത്. ടെസ്റ്റിനെത്തുന്നവരുടെ എണ്ണം 50ആയി കുറച്ചാൽ 10 മാസത്തോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു.
ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് സമിതി ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് PC നിഷിൽ, സെക്രട്ടറി MK അരവിന്ദാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി KR ഷൈൻ എന്നിവർ പറഞ്ഞു. ഒരു വിദ്യാർത്ഥി ഒരു ലൈസൻസിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ലേണിങ്ങിന് ഡേറ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് 2.5 മാസത്തോളം അല്ലെങ്കിൽ 3 മാസത്തോളം കാത്തിരുന്നിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഒരു സമയത്തിന് ശേഷം ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുത്തിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇന്ന് വന്ന് ഹാജരായിട്ടുള്ള കുട്ടികൾക്ക് 120 പേര് വന്നിട്ട് അതിൽ 50 പേർക്ക് മാത്രമാണ് ഇവർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുള്ളൂ എന്നാണ് ഇന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളത്. അപ്പോൾ ബാക്കിയുള്ള 70 ആൾക്കാർക്ക് എന്ന് ടെസ്റ്റ് നടത്തും എന്ന് യാതൊരു അറിയിപ്പും ഇവരുടെ ഭാഗത്തുനിന്നില്ല. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ 4 മാസത്തോളം കാത്തിരുന്നിട്ടാണ് 120 പേരെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ സാധിക്കുന്നത്. അപ്പോൾ 50 പേരാക്കി കുറച്ചുണ്ടെങ്കിൽ നാളെ മുതൽ അത് 9 മാസം അല്ലെങ്കിൽ 10 മാസം ഒരാൾക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ടെസ്റ്റ് നടത്താനാകൂ എന്ന നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥർ. ഇതോടെ പുലർച്ചെ 5 മുതൽ എത്തിയവർ മണിക്കൂറുകളോളം കാത്തുനിന്ന് മടങ്ങി. നിയമങ്ങൾ ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാകണമെന്നും ജനങ്ങളെ ദ്രോഹിക്കാനുള്ളതാകരുതെന്നും ടെസ്റ്റിനെത്തിയവർ പ്രതികരിച്ചു. ഞാനുൾപ്പെടെ ഒരു 100-ൽ പരം ആൾക്കാരാണ് ഇവിടെ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഗതാഗത മന്ത്രി ഇപ്പോൾ പെട്ടെന്ന് ഒരു നിയമം ഇറക്കിയതാണ്, പറയുകയാണ് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. നമുക്ക് ഒരു 50 പേർക്ക് മാത്രമേ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനുൾപ്പെടെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി വന്നുള്ളത്. ഒരു ഉത്തരവ് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ നിയമം വരികയാണെങ്കിലും എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങളോട് ഇത്ര ആൾക്കാരോടും ചെയ്തത് നന്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പേഴ്സണലി. ഇതിപ്പോൾ കുറച്ച് ആൾക്ക് ചെയ്യാം, കുറച്ച് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് ഓരോ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടെങ്കിലും ഞങ്ങൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് പുറത്തിറങ്ങിയ ഉത്തരവ് മെയ് 1 മുതൽ പ്രാബല്യത്തിലാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ പുതിയ നിർദ്ദേശം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയത് ടെസ്റ്റിനെത്തിയവർക്ക് ഇരുട്ടടിയായി. TCV ഗുരുവായൂർ. തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശിക്ക് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. കുംഭമാസത്തിലെ കറുത്തപക്ഷ ഏകാദശി നാളിലാണ് തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം. ക്ഷേത്ര സന്നിധിയിൽ പൂമാലകളാലും കുലവാഴകളാലും അലങ്കരിച്ചത് വർണ്ണാഭമായ കാഴ്ചയായി. നിളയിൽ നിന്നും പുറപ്പെട്ട് ഉടുക്ക് കുട്ടിപ്പാടി വാലഗ്നിയേന്തി ക്ഷേത്രത്തിൽ എത്തുന്ന കുംഭാരസേവകരും ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ ഗവാളപൂജയും ഈ ദിവസത്തെ കാഴ്ചയാണ്. ക്ഷേത്രത്തിനകത്ത് നങ്ങ്യാർകൂത്ത്, സോപാന സംഗീതം, മണ്ണൂർ രാജകുമാരൻ ഉണ്ണി നയിച്ച ശ്രീ വില്ലാദ്രിനാഥ സംഗീതോത്സവം, ശ്രീ ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവ അരങ്ങേറി. വെള്ളിയാഴ്ച ദ്വാദശി വിളക്ക് ദിനത്തിൽ രാവിലെ ദ്വാദശി ഊട്ട് ഉണ്ടാകും. തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവ ദിനത്തിൽ കുംഭാരസേവകർ വില്ലാമലയിലെത്തി. നിളയോരത്തെ പൂജകൾക്ക് ശേഷമാണ് കുംഭാരസേവകർ വില്ലാദ്രിനാഥ സന്നിധിയിൽ എത്തിച്ചേർന്നത്. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവ ദിനത്തിൽ കുംഭാരസേവകരുടെ വരവിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നായാട്ടിനായി എത്തിയ കുംഭാരന്മാർക്ക് വനത്തിനുള്ളിൽ നിന്ന് ലഭിച്ച 2 വിഗ്രഹങ്ങളിലൊന്ന് കിഴക്കോട്ട് ദർശനമായും മറ്റൊന്ന് പടിഞ്ഞാറ് ദർശനമായും സ്ഥാപിച്ച് ആരാധിച്ചു പോന്നതായി ഐതിഹ്യമുണ്ട്. കൂടാതെ രാമരാവണ യുദ്ധത്തിലെ ലങ്കാദഹനത്തിന് ശേഷം ഹനുമാന്റെ വാലിലെ തീ അണയ്ക്കുന്നതിന് സഹായിച്ചത് കുംഭാര സമുദായക്കാരാണെന്നും സീതാദേവിയെ അഗ്നിശുദ്ധി വരുത്തി ഉടുക്കുവാദ്യത്തിന്റെ അകമ്പടിയോടെ വാനരപ്പട ശ്രീരാമസന്നിധിയിലേക്ക് ആനയിക്കുന്നു എന്ന വിശ്വാസവുമുണ്ട്. അതിരാവിലെ നിളാതീരത്തെത്തി പ്രത്യേക പൂജകൾക്ക് ശേഷം കൈകളിൽ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളും കൂടാതെ പുരുഷന്മാരും സ്ത്രീകളും ചെറിയവരും ഉറഞ്ഞുതുള്ളി ഉടുക്കടിച്ചു പാടിയും രാമസങ്കീർത്തനങ്ങളും താളത്തിൽ ചുവടുവെച്ചുമാണ് കുംഭാരസേവകർ വില്വാദ്രിനാഥനെ വണങ്ങാനായി എത്തിയത്. രാമഹനുമാന്മാരുടെ വിഗ്രഹങ്ങളും പൂജാ സാമഗ്രികൾ നിറച്ച പെട്ടിയും തലയിലേന്തി കുംഭാരസേവകർ ക്ഷേത്ര നടപ്പന്തലിൽ പ്രദക്ഷിണം നടത്തി. ഒരു മണ്ഡലകാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് കുംഭാരസേവകർ ഏകാദശി ദിനത്തിൽ തിരുവില്ലാമലയിൽ എത്തുന്നത്. നാലമ്പലത്തിനകത്ത് കയറി പൂജകൾ നടത്തിയാണ് ഇവർ മടങ്ങിയത്. TCV ചേലക്കര. കോൺഗ്രസിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ.
ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെ നിലപാടുകൾ പലപ്പോഴും ചാഞ്ചല്യമുള്ള നിലപാടുകളാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതായും കെ കരുണാകരന്റെയും AK ആന്റണിയുടെയും മക്കൾ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന മതേതര വിശ്വാസികൾക്ക് കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായും സുനിൽകുമാർ പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും BJPക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ടുതന്നെ അവർ ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് സീറ്റ് കൊടുത്ത് ജയിപ്പിക്കുന്ന ജനങ്ങളാണല്ലോ പാർട്ടിക്ക് സീറ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ. AK ആന്റണിയുടെ മകന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ? അപ്പൊ ആരെയാണ് ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുക കേരളത്തിൽ? അപ്പൊ ഇവിടുത്തെ മതേതര വിശ്വാസികളെ സംബന്ധിച്ച്, കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകളടക്കമുള്ള മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സ്റ്റെബേണായി നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണെന്നും അവരുടെ മെമ്പർമാർ പാർലമെന്റിൽ ഉണ്ടാകണമെന്നും അവരാഗ്രഹിക്കുന്നുണ്ട്. കുന്നംകുളത്ത് അമിതഭാരം കയറ്റിയ ടോറസ് ലോറി വിജിലൻസ് പിടികൂടി. വിജിലൻസിന്റെ ഓപ്പറേഷൻ ഓവർലോഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ലോറി പിടികൂടിയത്. പിടികൂടിയ ടോറസ് ലോറി കുന്നംകുളം പോലീസിനും പിന്നീട് ജിയോളജി വകുപ്പിനും കൈമാറി. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് കുന്നംകുളത്ത് പരിശോധന നടത്തിയത്. രൂപമാറ്റം വരുത്തി വാഹനങ്ങൾ ഓവർലോഡ് കയറ്റുന്നുണ്ടോ എന്നും അമിതഭാരം കയറ്റി പോകുന്നതിനായി വാഹനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. വരന്തരപ്പിള്ളി ആറ്റുപിള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ആറ്റുപിള്ളി പള്ളത്ത് വീട്ടിൽ ആന്റുവിന്റെ മകൻ 12 വയസ്സുള്ള ഷാർബൻ, ആറ്റുപിള്ളി വെളുത്തെടത്ത് വിശ്വന്റെ മകൻ 8 വയസ്സുള്ള അദ്വൈത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷാർബന്റെ വലതുകൈയുടെ വിരലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്വൈതിന്റെ പരിക്ക് നിസ്സാരമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വീടിന് സമീപത്തെ ഉത്സവം കഴിഞ്ഞ ക്ഷേത്രപ്പറമ്പിൽ പൊട്ടാതെ കിടന്ന പടക്കങ്ങളെടുത്ത് 2 പേരും ചേർന്ന് കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചാണ് അപകടം. ഇരുവരെയും കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴഞ്ഞി MD കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥികളെ ആക്രമിച്ച സീനിയർ വിദ്യാർത്ഥിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഹിലാൽ, കനീഷ് എന്നിവരെ ആക്രമിച്ച സംഭവത്തിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥി അരുൺദാസിനെതിരെയാണ് കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ മർദ്ദനമേറ്റ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 3 പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയോടെ പരീക്ഷ എഴുതാനെത്തിയ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ കോളേജിന്റെ ചവിട്ടുപടിയിൽ ഇരുന്ന സീനിയർ വിദ്യാർത്ഥി അരുൺദാസിനെ നോക്കി എന്ന കാരണത്താലാണ് ജൂനിയർ വിദ്യാർത്ഥികളായ ഇരുവരെയും മർദ്ദിച്ചതെന്ന് പറയുന്നു. പരീക്ഷ കഴിഞ്ഞ് പുറത്തുവരികയായിരുന്ന സമയത്ത് വീണ്ടും സീനിയർ വിദ്യാർത്ഥികൾ ഇരുവരെയും മർദ്ദിച്ചു. മർദ്ദനത്തെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ജൂനിയർ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. മഹാശിവരാത്രി നാളിൽ നടക്കുന്ന സമൂഹാഭിഷേകത്തിനായി 3 മുറി ഒമ്പതുങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വ്രതം എടുത്തുവരുന്ന ഭക്തർക്ക് ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് പൂജാരിയില്ലാതെ സ്വയം അഭിഷേകവും അർച്ചനയും നടത്താനാകുമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ശിവരാത്രി നാളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സമൂഹാഭിഷേകം ഉണ്ടാകും. ശനിയാഴ്ച പുലർച്ചെ മുതൽ ശിവരാത്രി ബലിതർപ്പണവും ഉണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കരുമത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും. അനധികൃത മദ്യവിൽപ്പന നടത്തിയ കരിക്കാട് സ്വദേശിയെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. പെരുമ്പിലാവ് കരിക്കാട് സ്വദേശി ചീരൻ വീട്ടിൽ ടെന്നിസിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ P. ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 7 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് പിടിച്ചെടുത്തു. ഇയാൾ മദ്യവിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ, പ്രിവന്റീവ് ഓഫീസർമാരായ NR രാജു, CB സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേശൻ പിള്ള, ശ്രീരാഗ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇക്കുറിയും പുതിയ പാലമെന്ന വാഗ്ദാനവുമായി സ്ഥാനാർത്ഥികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് കൊടുങ്ങല്ലൂരിലെ ചാലക്കുളം പ്രദേശത്തുകാർ. 7 പതിറ്റാണ്ടിലധികം കാലപ്പഴക്കമുള്ള മേത്തലയിലെ മണിമക്കത്തോട് പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളേറെയായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പാലം ജീർണാവസ്ഥയിലാണ്. പണ്ടുകാലത്ത് കെട്ടുവള്ളങ്ങളും ചരക്കുവഞ്ചികളും കടന്നുപോകുന്ന വിധത്തിൽ ഉയരത്തിൽ പണിത നടപ്പാലം കോട്ടപ്പുറം ചന്തയെയും അഴീക്കോട് മേഖലയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാമാർഗമായിരുന്നു. മോട്ടോർ വാഹനങ്ങൾ സർവ്വസാധാരണമാകുന്നതിന് മുൻപ് ചന്തയിൽ നിന്നും ചരക്ക് തലച്ചുമടായി കൊണ്ടുപോയിരുന്നത് ഇതുവഴിയാണ്.
പിന്നീട് മറ്റ് യാത്രാമാർഗങ്ങൾ വന്നതോടെ മാണിമക്കപ്പാലത്തിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടുവെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇന്നും ഏറെയാണ്. ഈ പാലം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴീക്കോട് ഇറങ്ങി കോട്ടപ്പുറം വരെയുള്ള ആൾക്കാർക്ക് ഈ എളുപ്പമാണ് യാത്ര വളരെ എളുപ്പമുണ്ട്. 2 വീലർ ആയാലും 4 വീലർ വരെയും പോകാമല്ല, നല്ല സൗകര്യങ്ങളുണ്ടാവും. ഇത്രയും വർഷം മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ഇതിൽ വരുന്ന ആ വഴി തിരിഞ്ഞു പോകണം, TKS പുരം വഴി തിരിഞ്ഞു പോകണം. എത്രയോ സൗകര്യമൊന്നും, എത്രയോ എളുപ്പമാണ്. തോട് പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനം സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കാറുണ്ടെന്നും എന്നാൽ അത് പ്രാവർത്തികമാകാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. കാലാകാലങ്ങളിൽ അഴീക്കോട് മുതൽ കോട്ടപ്പുറത്തും ചന്തയിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എളുപ്പവഴിക്ക് പോകുന്ന ഒരു പാലം വരുന്നത്. കുറച്ച് നാളുകളായിട്ട് ഈ പാലം ഇതേ കണ്ടീഷനിൽ വളരെ ജീർണാവസ്ഥയിലാണ്. മാറി ഇവിടെ ഭരിക്കുന്നവർ ഇലക്ഷൻ വരുന്ന ടൈമിൽ ഇതിപ്പോൾ ശരിയാവും, അങ്ങനെ പല പ്രാവശ്യം ഇവിടെ 1 കോടിയുടെ 50 ലക്ഷത്തിൻ്റെ ഒക്കെ ബോർഡ് വെച്ച് ഇന്ന് വരെ ഈ പാലം വളരെ ഒന്നും കൂടെ മോശമാവാന്നല്ലാണ്ട് ഇതുവരെയും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. മുസ്ലിം പൈതൃക പദ്ധതി പ്രദേശങ്ങളായ കോട്ടപ്പുറത്തെയും അഴീക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ വഴിയെന്ന സവിശേഷത മാണിമക്കപ്പാലം കടന്നുള്ള റോഡിനുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് നടപ്പാലമായി നിലകൊള്ളുന്ന ഏക പാലമാണിത്. പുതിയ പാലമെന്ന നാടിന്റെ ആവശ്യത്തിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോടെയെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തുകാർ. TCV കൊടുങ്ങല്ലൂർ. നീതിന്യായ സംവിധാനത്തിലെ പെൺപെരുമയുമായി കണ്ണകിയുടെ നഗരം. കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന 4 കോടതികളുടെയും ചുമതല വനിതകൾക്കാണെന്നത് യാദൃശ്ചികമായി. കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജി വി വിനീത, കൊടുങ്ങല്ലൂർ മുൻസിഫ് കെ കാർത്തിക, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് KN ആശ, ഗ്രാമീണ ന്യായാലയം ന്യായാധികാരി റീജ ആർ നായർ എന്നിവരാണവർ. വനിതാ ദിനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ 4 വനിതാ ന്യായാധിപന്മാരും ഒരുമിച്ചു. സ്പെഷ്യൽ ജഡ്ജി വി വിനീത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻസിഫ് കെ കാർത്തിക വനിതാദിന സന്ദേശം നൽകി. അഡ്വക്കേറ്റ് NA സുജാത അധ്യക്ഷത വഹിച്ചു. മജിസ്ട്രേറ്റ് KN ആശ, ന്യായാധികാരി റീജ ആർ നായർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KP മനോജ്, അഭിഭാഷകരായ CK പവിത്രൻ, KM നൂർജഹാൻ, AS നീതു, ഹാരിസ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പൂങ്ങോട് റോഡിനോട് ചേർന്നുള്ള നെൽപ്പാടം കൃഷി സംരക്ഷണമെന്ന വ്യാജേന കൃഷിസ്ഥലത്തിനു ചുറ്റും മതിലുകെട്ടി വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ നടക്കുന്ന പ്രവൃത്തിക്ക് യാതൊരു നിയമ നടപടികളും സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് BJP പ്രതിഷേധിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തും അനുബന്ധ ഓഫീസർമാരും മണ്ണ് മാഫിയകൾക്കും ക്വാറി മാഫിയകൾക്കും ഒത്താശ ചെയ്യുന്ന പ്രവർത്തനമാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ കണ്ടുവരുന്നതെന്നും BJP ആരോപിച്ചു. BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ മങ്ങാട്, എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ കുട്ടഞ്ചേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡും കൂടിയാണ് അത്. അദ്ദേഹത്തിന്റെ വാർഡിൽ പോലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഇപ്പോൾ മൊത്തത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും കോറി മാഫിയകൾക്കും മണ്ണ് മാഫിയകൾക്കും അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള അഴിമതിയുള്ള സംവിധാനങ്ങൾക്കും ഒത്താശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ കൃഷി ഓഫീസറും ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസറും. ഇവർക്കൊക്കെ ഒരു പരാതി കൊടുത്താൽ പോലും അന്വേഷിക്കാൻ സമയമില്ലാത്തത്. വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഞായറാഴ്ച വരെ വടക്കാഞ്ചേരി പുഴയിലേക്കും 11 മുതൽ 20 വരെ കനാലിലേക്ക് കൂടി വെള്ളവിതരണത്തിനുമായാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത്. പുഴയോര നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വാടാനപ്പള്ളി ഇടശ്ശേരിക്ക് സമീപം ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ചരക്ക് ലോറിയിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. പെരിങ്ങോട് കോതച്ചിറ കുമാരന്റെ മകൻ വിപിനാണ് പരിക്കേറ്റത്. കൊല്ലത്തേക്ക് പഞ്ചസാരയുമായി പോയിരുന്ന ലോറിയുടെ പിറകിലാണ് ദേശീയപാത നിർമ്മാണത്തിന് മണ്ണുമായി പോയിരുന്ന ടോറസ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ടോറസിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ വലപ്പാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം വാഹനം വെട്ടിപ്പൊളിച്ച് 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് പുറത്തെടുത്തത്. കാലിന് പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ PO വർഗീസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിജീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാംഗങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്.
അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ രാജ്യസഭാംഗം ബിനോയ് വിശ്വത്തിന്റെ പ്രാദേശിക വികസന പദ്ധതി പ്രകാരം അനുവദിച്ച 75 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, പ്രധാന അധ്യാപിക CV സീന, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ എന്നിവർ സംസാരിച്ചു. പഴുവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നാട്ടിക മണ്ഡലത്തിലെ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി മേഖലയിലെ ജീവനക്കാർക്ക് സംയുക്തമായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. നാട്ടിക ഫുഡ് സേഫ്റ്റി ഓഫീസർ ദിവ്യ ദിനേശ് ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ റെസ്റ്റോറന്റ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് RA മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അക്ഷയ് S കൃഷ്ണ, ബാക് ജില്ലാ സെക്രട്ടറി ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. കടലാമ മുട്ടകൾ വിരിഞ്ഞിറങ്ങാൻ കാവലായി വലപ്പാട് ബീച്ചിലെ മത്സ്യത്തൊഴിലാളികൾ. വലപ്പാട് ബീച്ചിൽ ഏതാനും ദിവസം മുൻപാണ് കടലാമ മുട്ടയിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി ബീച്ചിൽ വല നന്നാക്കുന്നതിനിടെയാണ് കടലാമ കരയിലേക്ക് വരുന്നത് മത്സ്യത്തൊഴിലാളികൾ കാണുന്നത്. മണൽ വകഞ്ഞുമാറ്റിയ കടലാമ 1 മണിക്കൂറിന് ശേഷം തിരികെ കടലിലേക്ക് പോകുന്നത് മത്സ്യത്തൊഴിലാളികൾ കണ്ടു. മുട്ടയിടാൻ എത്തിയതാണെന്ന് അറിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾ ഇതിനു ചുറ്റും വലയും മറ്റും വിരിച്ച് സംരക്ഷണം തീർത്തു. 52 ദിവസം കഴിഞ്ഞ് വിരിഞ്ഞിറങ്ങുന്ന കടലാമ കുഞ്ഞുങ്ങളെ തിരികെ കടലിലേക്ക് തിരിച്ചുവിടാനുള്ള അതീവ ജാഗ്രതയിലാണ് വലപ്പാട് ബീച്ചിലെ മത്സ്യത്തൊഴിലാളികൾ. വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. തൃപ്രയാർ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ശിവരാത്രി മഹോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CR ഹരിലാൽ അധ്യക്ഷനായി. സെക്രട്ടറി KN രാജൻ, ചെയർമാൻ PV ജനാർദ്ദനൻ, രക്ഷാധികാരികളായ PR നാരായണൻ, പീതാംബരൻ കൊഴിശ്ശേരി, രാമചന്ദ്രൻ വിക്രംചേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രസീത ചാലക്കുടി അവതരിപ്പിച്ച ഫോക്ക് മെഗാ ഷോ അരങ്ങേറി. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ KMSS അംഗമായ സിദ്ധാർത്ഥിന്റെ അകാല നിര്യാണത്തിൽ താന്യം ശാഖ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. KMSS സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി MK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിദ്ധാർത്ഥിന്റെ കൊലപാതകിയെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുവാൻ ഭരണകർത്താക്കൾ ശ്രമിക്കണമെന്ന് KMSS ആവശ്യപ്പെട്ടു. താന്യം ശാഖാ സെക്രട്ടറി ഗിരീശൻ, പ്രസിഡന്റ് പ്രദീപ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂൾ വാർഷികം ഫിലിം ആർട്ട് ഡയറക്ടർ AV ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ജേക്കബ് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ സ്കൂൾ പത്രം പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് എൻഡോമെന്റ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. പക്ഷേ വിദ്യാർത്ഥികൾക്കായി നമ്മൾ പറപ്പൂക്കര പാറത്തോട് TKSM ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരാലംബരായ 1001 പേർക്ക് ഭവനം നിർമ്മിച്ചു നൽകും. ഇതിന്റെ ഭാഗമായി കൂട്ട് ആർട്ടിസ്റ്റ് അസോസിയേഷനിലെ കലാകാരന്മാർ നയിക്കുന്ന ഹാപ്പി മെഗാ ഷോ ശനിയാഴ്ച വൈകിട്ട് 5-ന് ചാലക്കുടി സൌത്ത് ഫ്ളൈ ഓവറിന് സമീപം നടക്കും. വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റികളായ സുലേഖ സീതി, ഫൈസൽ ഇസ്മയിൽ ഈരാറ്റുപേട്ട, കൂട്ട് പ്രസിഡന്റ് ഹാപ്പി ബൈജു, ആൻസി ബൈജു, അഷ്റഫ് ജയൻ എന്നിവർ പങ്കെടുത്തു. മലയോര മേഖലയിലെ വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്നതിനെതിരെ കേരള കോൺഗ്രസ് M ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി ശനിയാഴ്ച മുതൽ പോസ്റ്റർ പ്രചരണവും ഏപ്രിൽ മുതൽ ശ്രദ്ധ ക്ഷണിക്കൽ സത്യാഗ്രഹവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1972 വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്നും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് പോളി ഡേവിഡ്, അഡ്വക്കേറ്റ് PI മാത്യു പോൾ കുര്യൻ, പോളി റാഫേൽ, KO വർഗീസ്, മനോജ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത ബാലനെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യുവാവിന് 35 വർഷം തടവും 1,70,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മേത്തല സ്വദേശി താരമൽ ഹരീഷിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് രവിചന്ദർ ശിക്ഷ വിധിച്ചത്. 2015 മുതൽ 2018 ജൂലൈ വരെയുള്ള കാലയളവിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി.
പെരിഞ്ഞനം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ചളിങ്ങാട് GMLP സ്കൂൾ 97ാം വാർഷികാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ ഷാജി അസീസ്, പ്രധാന അധ്യാപകൻ MD ദിനകരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കൂരിക്കുഴി AMUP സ്കൂൾ 86ാം വാർഷികാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. വലപ്പാട് AEO MA മറിയം, സിനിമാ സംവിധായകൻ KB മധു, ചലച്ചിത്ര താരം ഷൈജൻ ശ്രീവത്സം, സ്റ്റാഫ് പ്രതിനിധി അമ്പിളി വാസുദേവൻ, സ്കൂൾ മാനേജർ പ്രവീൺ വാഴൂർ തുടങ്ങിയവർ സംസാരിച്ചു. തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തളിക്കുളം പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി മേഖലയിലെ 20 കുടുംബങ്ങൾക്കാണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ വിമർശനവുമായി ഹൈക്കോടതി. ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന ചോദ്യവുമായി ഹൈക്കോടതി. ഐരാണിക്കുളത്ത് സ്വകാര്യ ഫാക്ടറി ഗോഡൌണിൽ തീപിടുത്തമുണ്ടായ സംഭവം. ഗോഡൌണിന്റെ നിർമ്മാണം അനധികൃതമാണെന്ന് കുഴൂർ പഞ്ചായത്ത് സെക്രട്ടറി. തൃശൂർ അടാട്ട് 3-അംഗ കുടുംബം ആത്മഹത്യ ചെയ്ത നിലയിൽ. മാടശ്ശേരി വീട്ടിൽ സുമേഷ്, ഭാര്യ സംഗീത, മകൻ ഹരിൻ എന്നിവരാണ് മരിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ മേഖലകളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് വിവാദ നിർദ്ദേശം പിൻവലിച്ച് മന്ത്രി. ഏകാദശി നിറവിൽ തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം. വ്രതപുണ്യവുമായി ആയിരങ്ങൾ വില്ലാദ്രിനാഥനെ കാണാനെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.